ചോദ്യം 1. മക്മോഹൻ രേഖ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? ഓപ്ഷനുകൾ ചൈന, ടിബറ്റ്, പാകിസ്ഥാൻ, നേപ്പാൾ. ശരി ഉത്തരം ഓപ്ഷൻ എ ചൈന. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഈ ചോദ്യത്തിലെ ടിബറ്റ് എന്ന ഉത്തരം ചോദ്യത്തെ സങ്കീർണമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള അതിർത്തിയാണ് മക്മോഹൻ രേഖ. 1914 ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റുമായി ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരമാണ് മക്മോഹൻ രേഖ നിലവിൽ വന്നത്. ഹെൻറി മക്മോഹൻ എന്ന വിദേശകാര്യ സെക്രട്ടറി നിർദ്ദേശിച്ച ഈ രേഖയ്ക്ക് 890 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഇന്ത്യയും ദലൈലാമയും ഈ അതിർത്തി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ചൈന ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. 1935 ഒലാഫ് കരോ എന്ന ഓഫീസറാണ് ഈ രേഖ ഭൂപടങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖയാണ് ഡ്യൂറൻ രേഖ. ഇതിന് 2640 കിലോമീറ്റർ നീളമുണ്ട്. 1893 ബ്രിട്ടനും അഫ്ഗാൻ അമീറായിരുന്ന റഹ്മാൻ ഖാനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ് ഈ രേഖ നിലവിൽ വന്നത്. സർ മോർട്ടിമർ ഡ്യൂറൻ എന്ന വിദേശകാര്യ സെക്രട്ടറിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. 1947 ഓഗസ്റ്റ് 17 നിലവിൽ വന്ന ഇത് തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. റോബർട്ട് പാക് എന്ന ബ്രിട്ടീഷ് ഗവർണറുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചോദ്യം 2. കേരളത്തിന് പുറമെ ഏതു സംസ്ഥാനത്തിന്റെ കൂടി ദേശീയ പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ? ഓപ്ഷനുകൾ ആസാം, അരുണാചൽ പ്രദേശ്, കർണാടകം, മിസോറാം. ശരി ഉത്തരം ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ എന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. ഏഷ്യൻ വൻകരയിൽ കാണപ്പെടുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലാണ്. കൊക്കിന്റെ അറ്റം മുതൽ വാലറ്റം വരെ ഇതിന് 130 സെന്റിമീറ്റർ നീളമുണ്ട്. മഞ്ഞ നിറത്തിലുള്ള കൊക്കും മകുടവും വെളുത്ത നിറത്തിലുള്ള കഴുത്തും വാലും ഇതിന്റെ പ്രത്യേകതയാണ്. വാലിന് കുറുകെ വീതിയുള്ള കറുത്ത പട്ടയും ചിറകിന്റെ അടിയിലുള്ള മഞ്ഞ നിറവും മലമുഴക്കി വേഴാമ്പലിനെ ആകർഷകമാക്കുന്നു. ആൺപക്ഷിയുടെ കണ്ണിന് ചുവപ്പ് നിറമാണ്, പെൺപക്ഷിക്ക് വെളുപ്പും. ഉച്ചത്തിലുള്ള കരച്ചിലും പറക്കുമ്പോഴുണ്ടാകുന്ന പേടിപ്പെടുത്തുന്ന മുഴക്കവുമാണ് മലമുഴക്കി എന്ന പേര് ഇതിന് നേടിക്കൊടുത്തത്. മറ്റൊരു പക്ഷിക്കുമില്ലാത്ത പ്രജനന സമ്പ്രദായം പിന്തുടരുന്ന പക്ഷിയാണിത്. മുട്ടയിടാറായ പെൺപക്ഷി വൻമരത്തിന്റെ പോട് തിരഞ്ഞുപിടിച്ച് അതിനകത്ത് കയറിക്കൂടി തന്റെ കാഷ്ടം കൊണ്ട് പോടടയ്ക്കുന്നു. കൊക്കു മാത്രം പുറത്തു കാണാവുന്ന ദ്വാരത്തിലൂടെ ആൺപക്ഷി തള്ളപ്പക്ഷിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. കുഞ്ഞു വിരിഞ്ഞ് പറക്കമുറ്റുന്നതുവരെ തള്ളപ്പക്ഷി പുറത്തിറങ്ങുന്നില്ല. കൂടുണ്ടാക്കാൻ പറ്റുന്ന വൻമരങ്ങളുടെ കുറവ് മലമുഴക്കി വേഴാമ്പലിന് വംശനാശ ഭീഷണി ഉയർത്തുന്നുണ്ട്. ചോദ്യം 3. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ മൂലം മനുഷ്യർക്കുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷനുകൾ ബെറിബെറി, റിക്കറ്റ്, കുഷ്ഠം, ത്വക്കിലെ ക്യാൻസർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ത്വക്കിലെ ക്യാൻസർ. സൺബേണിന് കാരണമാകുന്ന അൾട്രാ വയലറ്റ് രശ്മികളാണ് ത്വക്കിലെ ക്യാൻസറിന് വഴിയൊരുക്കുന്നത്. ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതും അൾട്രാ വയലറ്റ് രശ്മികളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. എക്സിമ രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ത്വക്കിന്റെ മുകളിലത്തെ പാളിയായ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ചോദ്യം 4. മറാത്ത രാജവംശ സ്ഥാപകനായ ശിവജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ഓപ്ഷനുകൾ തുളസിദാസ്, സുർദാസ്, കബീർദാസ്, രാംദാസ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി രാംദാസ്. റായ്ഗഡ് ആസ്ഥാനമാക്കിയാണ് ശിവാജി മറാത്ത രാജവംശം സ്ഥാപിച്ചത്. ശിവജിയുടെ രാഷ്ട്രീയ ഗുരു ദാദാജി കൊണ്ടദേവും ആത്മീയ ഗുരു രാംദാസുമാണ്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ് ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. ശിവജിയുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസേബ്. 1665 ശിവജിയും ഔറംഗസേബിന്റെ ജനറലായ ജയ്സിംഗും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പുരന്ദർ സന്ധി. ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നു. ശിവജിയുടെ മകനാണ് സാംബാജി. ശിവജിയുടെ കുതിരയായ പഞ്ചകല്യാണി, വാളായ ഭവാനിയും ചരിത്രത്തിൽ ഇടം നേടി. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചത് 1761 ജനുവരി 14 മൂന്നാം പാനിപ്പത്ത് യുദ്ധം. അഹമ്മദ് ഷാ അബ്ദാലി ഈ യുദ്ധത്തിൽ മറാത്തികളെ കീഴടക്കി.